ദയാവധ ബില്ലിനെതിരെ ശബ്ദമുയർത്താൻ കത്തോലിക്കരോട് ആഹ്വാനം ചെയ്ത ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ബിഷപ്പുമാർ. മനുഷ്യജീവിതത്തിന്റെ അന്തസ്സിനായി പ്രാർത്ഥിക്കാനായി വിശുദ്ധ മണിക്കൂർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ കർദിനാൾ വിൻസെന്റ് നിക്കോളാസ് നിർദ്ദേശം നൽകി. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ മനുഷ്യജീവനെയും ഉയർത്തിപ്പിടിക്കാനും ബഹുമാനിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളിൽ ധീരതയായിരിക്കണമെന്നും ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ജോൺ വിൽസണും ആഹ്വാനം ചെയ്തു. നവംബർ 11 ഇംഗ്ലീഷ് ലേബർ പാർലമെന്റ് അംഗമായ കിം ലീഡ്ബീറ്റർ അവതരിപ്പിച്ച ദയാവധ അനുകൂല ബില്ലിന് നവംബർ 29 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുൻപായി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ വിശ്വാസി സമൂഹത്തെ ആഹ്വാനം ചെയ്ത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ബിഷപ്പുമാർ. കർത്താവായ യേശുവിന്റെ അനുയായികൾ എന്ന നിലയിൽ ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ മനുഷ്യജീവനെയും ഉയർത്തിപ്പിടിക്കാനും ബഹുമാനിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളിൽ നാം ധീരരായിരിക്കണമെന്ന് സൗത്ത് വർക്കിലെ ആർച്ച് ബിഷപ്പ് ജോൺ വിൽസൺ ഉത്ബോധിപ്പിച്ചു. 2 ഡോക്ടർമാരുടെയും ഒരു ജഡ്ജിയുടെയും അംഗീകാരം ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മാരക രോഗികളായ മുതിർന്നവർക്ക് സ്വയം കൊല്ലാൻ നിയമപരമായി സഹായം തേടാൻ കഴിയുമെന്ന് ലീഡ്ബീറ്ററിന്റെ വിവാദ ബില്ലിലെ ഉള്ളടക്കങ്ങൾ കാണിക്കുന്ന സാഹചര്യത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ. പ്രായമായവരും ദുർബലരും സമൂഹത്തിനൊരു ഭാരമാണെന്ന സന്ദേശം പുതിയ ബിൽ സൃഷ്ടിക്കുന്നുവെന്ന് ബിഷപ്പ് വിൽസൺ ചൂണ്ടിക്കാട്ടി. രോഗങ്ങളോ വൈകല്യങ്ങളോ അനുഭവിക്കുന്ന ആളുകളിൽ അത് ചെലുത്തുന്ന സമ്മർദ്ദം അളക്കാനാവാത്തതാണ്. ഈ ബിൽ മനുഷ്യത്വത്തെ അപമാനിക്കുകയും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ അവകാശം ദൈവം നൽകിയതാണ്. അത് ദൈവത്തിനു മാത്രം എടുക്കാനുള്ളതാണ്, ബിഷപ്പ് വിൽസൺ പറഞ്ഞു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് മനുഷ്യജീവന്റെ അന്തസ്സിനായി പ്രാർത്ഥിക്കാൻ വിശുദ്ധ മണിക്കൂർ ആചരണത്തിൽ പങ്കെടുക്കാൻ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്കരോട് ആഹ്വാനം ചെയ്തു. ഈ ബിൽ മരിക്കുക എന്നത് ഒരു കടമയായി മാറ്റുന്നുവെന്നും പരിപാലിക്കാനും സംരക്ഷിക്കാനും സുഖപ്പെടുത്തുന്നതിനും പകരം ജീവനെടുക്കാൻ സഹായിക്കുന്നതിന് ഡോക്ടർമാരിലും മെഡിക്കൽ സ്റ്റാഫിലും സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.